എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. സോ ഇന്നത്തെ മത്സരം നമ്മുടെ പഞ്ചാബ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഓൾറെഡി ഇതിന് മുന്നൊരു മാച്ച് ഉണ്ട്. സോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. KKR വേഴ്സസ് രാജസ്ഥാൻ തമ്മിലുള്ള മാച്ച്. സോ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാം. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കുന്നത് മെയ് 4-ാം തീയതി കൃത്യം 7:30 നമ്മുടെ പിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ ധർമ്മശാലയിലുള്ള ഗ്രൗണ്ടാണ്. മറ്റേ മാൻസിങ് അല്ല, ധർമ്മശാലയുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇതൊരു വെറൈറ്റി പിച്ചാണ്. മറ്റേ മഞ്ഞൊക്കെ പെയ്ത് അങ്ങനെ കുറച്ച് ഇതുള്ള ഗ്രൗണ്ടാണ്. ഓക്കെ, ഈ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ ഓവേഴ്സിലും ബൗൺസും അതുപോലെ തന്നെ സീമേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ്. പിച്ച് സ്ലോ ഡൗൺ ആവുന്നതുകൊണ്ട് ചില സമയത്ത് സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, കാരണം ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ഓൾസോ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജിക് ബാറ്റിംഗ് ആൻഡ് സ്പിൻ ബൗളിംഗ് ആസ് എ കീ. അതായത് നല്ല രീതിയിലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൺസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പിന്നിൽ കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സിനും നല്ല രീതിയിൽ ഇവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിൽ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 180 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 10 IPL മത്സരങ്ങളാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അത് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 8 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 2 പ്രാവശ്യമാണ്. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗാണ് വിൻ ചെയ്യാറുള്ളത്. 190 മുകളിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് 53 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 19 വിക്കറ്റ്സോണ് എടുത്തിട്ടുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി വലിയ റെക്കോർഡ്സ് നമുക്ക് പറയാനായിട്ടില്ല. ബട്ട് പോയിന്റ് ടേബിൾ നോക്കാൻ ജസ്റ്റ് നമുക്ക് 2 ടീമുകളുടെയും മാക്സിമം നമുക്ക് ആര് കയറും ആര് കയറില്ല എന്ന് ഈ ഒരു IPL സീസണിൽ നമുക്ക് പറയാൻ പറ്റാത്ത, കാരണം ആദ്യത്തെ 6 ടീം കയറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ടീം കയറും ഈ ഒരു സീസണിൽ നമ്മുടെ പ്ലേ ഓഫിലോട്ട് കയറും എന്നുള്ള കാര്യത്തിൽ ഷുവറായിട്ട് പറയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് ആണെങ്കിൽ പോയിന്റ് ടേബിൾ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, 13 പോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ആണെങ്കിൽ 12 പോയിൻറ്റുമായിട്ട് 5-ാം സ്ഥാനത്തുമുണ്ട്. അപ്പോൾ പഞ്ചാബ് ഈ ഒരു മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ DC വിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലോട്ട് വരത്തില്ല, എന്നാലും പോയിന്റ് ടേബിളിൽ ടോപ്പിലോട്ട് കയറും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒരു മാച്ച് നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മാച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ ചറപറ ഔട്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ്. ഞാൻ എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം അത്രയും റിസ്ക് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയാണിത്. ഓക്കെ, നമുക്ക് എന്തായാലും പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ LS ടീം പഞ്ചാബും തമ്മിൽ 5 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ട് 3 പ്രാവശ്യം LS ടീം 2 പ്രാവശ്യം പഞ്ചാബാണ് വിൻ ചെയ്തിട്ടുള്ളത്. പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് കുബേര ഫാൻറ്റസി. ഈ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാകും. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണോ എന്ന് ജസ്റ്റ് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു 5 പ്ലെയേഴ്സിൽ നന്നായി കളിക്കാൻ ചാൻസുള്ള ആര്, അപ്പോൾ നികിടി നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എടുത്തു. നമ്മൾ ഓപ്പോസിറ്റ് വേറൊരു പ്ലെയറും എടുത്തിട്ടുണ്ട്, ഭുവനേശ്വറിനെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത പ്ലെയർ ആ പുള്ളിയെക്കാളും കൂടുതൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിന്നാവും. അങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് എൻജോയ് പറ്റുന്ന കിടിലൻ ഫീച്ചറാണ് ഈ ഡ്യൂ എന്ന് പറയുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആ ഡ്യൂ ഫാക്ടർ നമ്മുടെ ഈ പറയുന്ന ചോയ്സ് ലെവലിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ സ്പോട്ടസിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ 1 lakh rupees ഫ്രീ ഗീവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ 11 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ, കാരണം അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. കാരണം ഈ ഒരു ഗീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 രൂപ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 10,000 രൂപയാണ് കിട്ടുന്നത്, സെക്കൻഡ് വന്നാൽ 3,000, തേർഡ് വന്നാൽ ഏകദേശം 1,000 രൂപയും കിട്ടുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ 1 lakh rupees ഫ്രീ ഗീവ് കൊടുക്കുന്ന അടുത്ത ആപ്ലിക്കേഷനാണ് നമ്മുടെ മൈ മാസ്റ്റർ 11. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ XL11, ഫോക്കസിലോ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാം ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് OG11 എന്ന് പറഞ്ഞൊരു ടീം ക്രിയേഷൻ ടൂൾ ഉണ്ട്. അതായത് മാച്ചിൽ നിങ്ങളിപ്പോൾ ഏത് മാച്ചാണെങ്കിലും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ബേസിൽ നിങ്ങൾക്ക് ഇവിടെ ടീം ചൂസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ആപ്പാണ്. ഇതെങ്ങനെ കളിക്കണം എന്നൊക്കെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്താണ്, അപ്ലോഡ് ചെയ്താണ്. സോ എന്തായാലും ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മാച്ചിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പ്ലെയേഴ്സിൻ്റെ ഇൻസൈറ്റും കീ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രിയാന ഷാരിയാണ്. ലാസ്റ്റ് മത്സരം 23 റൺസാണ്. അതിന് മുന്നത്തെ മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു. എഗെയിൻസ്റ്റ് LS ആയിട്ട് 8 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ ഒരു വലിയൊരു പെർഫോമൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സിമ്രാൻ സിംഗ് ആണെങ്കിൽ ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. 4 ഇന്നിങ്സ് LS ആയിട്ട് കളിച്ചിട്ട് അദ്ദേഹം 101 റൺസ് എടുത്തിട്ടുണ്ട്. 69 റൺസാണ് അതിലൊരു മാച്ച് ഹൈയസ്റ്റ് ആയിട്ട് എടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 4 ഇന്നിങ്സ് കളിച്ചിട്ട് 60 റൺസ് എടുത്തിട്ടുണ്ട്.
ശ്രേയസ് അയ്യർ ആണെങ്കിൽ ലാസ്റ്റ് മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. എഗെയിൻസ്റ്റ് LST ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ചിട്ട് 169 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ആവറേജ് 56 റൺസാണ് കേട്ടോ. അതുപോലെ തന്നെ നഹിൽ വധേരയെ പറ്റി പറയുമ്പോഴും അദ്ദേഹമാണെങ്കിലും എഗെയിൻസ്റ്റ് LST ആയിട്ട് 5 മത്സരം കളിച്ച് 129 റൺസ് നേടിയിട്ടുണ്ട്. ബെസ്റ്റ് റൺസ് എന്ന് പറഞ്ഞാൽ 46 ജോ ഷിംഗിൾസ് ആണെങ്കിലും അദ്ദേഹം വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. മാർക്കസ് സ്റ്റോണിസ് അദ്ദേഹമാണെങ്കിലും വലിയ റെക്കോർഡ്സ് ഇല്ലാത്തൊരു പ്ലെയറാണ്. ദെൻ അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ആണെങ്കിലും LST ആയിട്ട് ഒരു മത്സരം കളിച്ച് 9 റൺസും എഗെയിൻസ്റ്റ് ഈ ഒരു വെന്യൂവിലാണെങ്കിൽ ഒരു മത്സരം കളിച്ച് 64 റൺസ് കൊടുത്തിട്ടുണ്ട് ശശാങ്ക് സിംഗ് ആണ്. അതുപോലെ തന്നെ ഒമ്രാസി ആണെങ്കിലും വലിയ റെക്കോർഡ്സ് ഇല്ല. റീസെൻ്റ് ആയിട്ട് ഒന്ന് കയറി വരുന്നുണ്ട് ഫോമിലോട്ട്. മാർക്കോ ജെയിൻസൺ നല്ല ഫോമിലാണ് അദ്ദേഹം. എഗെയിൻസ്റ്റ് LST ആയിട്ട് ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് ആണെങ്കിലും എഗെയിൻസ്റ്റ് LST ആയിട്ട് 5 മത്സരം കളിച്ച് 7 വിക്കറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹർഷദീപ് സിംഗിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. എഗെയിൻസ്റ്റ് LST ആയിട്ട് 2 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് ഹർപ്രീത് ബാർ നേടിയിട്ടുള്ളത്. ഈ ഒരു വെന്യൂവിൽ വിക്കറ്റ്സ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ചഹാലാണെങ്കിലും 6 മത്സരം കളിച്ചിട്ട് എഗെയിൻസ്റ്റ് LST ആയിട്ട് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒരു മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്, വിക്കറ്റ്സ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി LST പ്ലേ ഓഫിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കോ ആണ്. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് ഒന്ന് ഫോം താഴ്ന്നു വരുന്നുണ്ട്, പക്ഷേ എപ്പോൾ വേണേലും കയറി വരാൻ ചാൻസ് ഉണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 127 റൺസ് എടുത്തിട്ടുണ്ട്. മിച്ചൽ മാർഷ് ആണെങ്കിലും എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 7 മത്സരം കളിച്ച് 118 റൺസ് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു വെന്യൂവിൽ ഒരു മത്സരം കളിച്ച് 15 റൺസാണ് മിച്ചൽ മാർഷ് എടുത്തുള്ളൂ. നിക്കോളസ് പൂർണ്ണാണെങ്കിലും 6 മത്സരം കളിച്ചിട്ട് അദ്ദേഹം ഈ എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 6 മത്സരം കളിച്ച് 171 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണെങ്കിൽ എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 14 ഇന്നിങ്സ് കളിച്ചിട്ട് 200 റൺസാണ് എടുത്തിട്ടുള്ളത്. ആയുഷ് ബദോനി ആണെങ്കിലും നല്ല ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ് കേട്ടോ. ലാസ്റ്റ് എല്ലാ മത്സരം നിങ്ങളൊന്ന് നോക്കിയേ, ഈ 35 പോയിന്റ് എടുത്തതിന് എങ്ങനെ പോയ ഡ്രീമിൽ ഒരു 60 പോയിന്റ് കയറി, അതിന് മുന്നേ ഒരു 36, അതിന് മുന്നേ ഒരു 50. അങ്ങനൊരു ഫോമിൽ എപ്പോഴും ഒരു കീ പ്ലെയറായിട്ട് നമ്മുടെ ഡ്രീമിലാണ് ടീമിൽ നിന്ന് മിസ്സായി പോകുന്ന ഒരു പ്ലെയറാണ്. സോ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഞ്ചാബായിട്ട് അദ്ദേഹം 5 ഇന്നിങ്സ് കളിച്ച് 101 റൺസ് നേടിയിട്ടുണ്ട്. ഡേവിഡ് മില്ലർ ആണെങ്കിലും 5 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് പഞ്ചാബായി കളിച്ച് 57 റൺസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 ഇന്നിങ്സ് കളിച്ച് 50 റൺസ് നേടിയിട്ടുണ്ട്. അബ്ദുൽ സമാദ് ആണെങ്കിൽ എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 6 മത്സരം കളിച്ച് 79 റൺസ് നേടിയിട്ടുണ്ട്. ഷർദുൽ താക്കൂർ ആണെങ്കിൽ എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 13 ഇന്നിങ്സ് കളിച്ചിട്ട് 19 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവേശ് ഖാൻ ആണെങ്കിൽ 10 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് പഞ്ചാബായി കളിച്ച് 8 വിക്കറ്റാണ് നേടിയത്. പക്ഷേ ഇപ്പോൾ ഒരു ഫോമിലാണ് പുള്ളിക്കാരൻ. രവി ബിഷ്ണോയ് 5 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് പഞ്ചാബായി കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മായങ്ക് യാദവ് ആണെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് പഞ്ചാബായിട്ട് ഒരു മത്സരം കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പ്രിൻസ് യാദവ് ആണെങ്കിലും വലിയ ലാസ്റ്റ് മത്സരം ഒരു വിക്കറ്റ് എടുത്തു, പക്ഷേ വലിയ ഫോമിലല്ല. ദിഗ്വേഷ് റാത്തി ഒരു മത്സരം അഗെയിൻസ്റ്റ് പഞ്ചാബായി കളിച്ച് 2 വിക്കറ്റ് നേടിയ ഒരു പ്ലെയറാണ്. സോ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ വിഷൻ 11 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചാബ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മാച്ചിലെ ടീം നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സിമ്രാൻ സിംഗിനെ എടുക്കാം. അതുപോലെ തന്നെ നിക്കോളസ് പൂറിനെ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. മിച്ചൽ മാർഷ്, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, മാർക്കം ജെയിൻസൺ, അതുപോലെ നമ്മുടെ ഹർഷദീപ്, ചഹാൽ. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നതിന് ലക്നോയിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബോളർ നമ്മുടെ താക്കൂർ, അതുപോലെ തന്നെ ഒരു സ്പിന്നർ ബിഷ്ണോയ്. അതവിടെ സെറ്റായി. ഇനി നമുക്ക് ഒമ്രാസിനെയും കൂടെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. ഒമ്രാസി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആയുഷ് ബദോനി ആണെങ്കിലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഏകദേശം ഒരു ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ VC നിങ്ങൾക്ക് സേഫായിട്ടും കൊടുക്കാൻ പറ്റുന്നത് ജെയിൻസ് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മാച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യറിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കാം, മാക്സിമം പഞ്ചാബ് ആയിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിട്ടുള്ളത്. ടീമൊന്ന് നോക്കുന്ന സമയത്ത് സിമ്രാൻ സിംഗ്, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, മിച്ചൽ മാർഷ്, ശ്രേയസ് അയ്യർ, മാർക്കം ജെയിൻസൺ, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ്, ചഹാൽ, താക്കൂർ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.